ബേസിക്കലി ഞാൻ പറയട്ടെ, ഈ സെറ്റ് I+ൻ്റെ ഓൾ ഇതിൽ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ചലഞ്ച് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാവും. കാരണം സൊല്യൂഷൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ കുറേ അങ്ങ് പഠിച്ചു പോയിട്ട് കാര്യമില്ല, പഠിച്ചത് ഉറപ്പ് വരുത്തുക. അപ്പോൾ എനിക്ക് ജനറൽ പേപ്പർ എനിക്ക് അവിടുത്തെ ആദിരമിസിൻ്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും. അതിന് പഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പരിധി വരെ എനിക്ക് ജനറൽ പേപ്പറിന് മാർക്ക് ഇരട്ടിയായത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുന്നത്രയും പഠിക്കുക, എന്നിട്ട് ബാക്കി റിവിഷൻസ് ചെയ്യുക. ഈ മിഡീവലിൻ്റെ പ്രത്യേകിച്ച് ഡെക്കാൻ, ബാമിനി, സുൽത്താൻ അങ്ങനെ ഒരു ഏരിയ പൊതുവെ നോക്കുന്ന ആൾക്കാർ കുറവാണ്. ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിലൊരു 10-5 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരുന്നു, ഡെക്കാൻ മുകൾ. അപ്പോൾ അതിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ അത്യാവശ്യം, പക്ഷേ ഈ മിഡീവൽ ഇന്ത്യ അധികം ഫോക്കസ് ചെയ്ത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടാത്ത സംഭവം പഠിച്ചാൽ മനസ്സിലാവുന്ന സംഗതികൾ തന്നെ. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള സെറ്റ് ജൂലൈ 2025 പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി വിഷയത്തിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള രാം കിഷോറാണ്. അപ്പോൾ രാം കിഷോറിൻ്റെ പഠന വിശേഷങ്ങളും എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ സ്വാഗതം രാം കിഷോർ. നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകൾക്കായിട്ട് രാം കിഷോറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? സ്ഥലം, അതുപോലെ പഠിച്ചത് എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഞാൻ BEd പഠിച്ചത് CPACT എലന്തൂരാണ്. PG ഒക്കെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു. ഡിഗ്രി NSS കോളേജ് പന്തളത്തിലായിരുന്നു എൻ്റെ കഴിഞ്ഞത്. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു സെറ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ജനറൽ പേപ്പർ ജസ്റ്റ് പാസ്സായിരുന്നു. മെയിൻ പേപ്പർ ഹിസ്റ്ററിക്ക് എനിക്കൊരു 35 മാർക്കേ ഉള്ളായിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് ഏകദേശം എല്ലാത്തിൻ്റെ ഇരട്ടി മാർക്ക് ചെയ്യുന്നു വെച്ചാൽ ജനറൽ പേപ്പറിന് ഒരു 70ഓളം മാർക്ക്, ജനറൽ പേപ്പറിനും അത്രയും തന്നെ മാർക്ക് 70ഓളം മാർക്ക് തന്നെ വെച്ചാൽ ഫസ്റ്റ് ആദ്യത്തെ അറ്റംപ്റ്റിനേക്കാളും ഒരു 35 മാർക്ക് എന്ന് വെച്ചാൽ ഇരട്ടിയോളം മാർക്കിന് രണ്ടാമത് എഴുതി 70 140 മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സെറ്റ് രണ്ടാമത്തെ പ്രിപ്പയർ ചെയ്ത്. അതായത് പ്രിപ്പയർ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാർക്ക് ഇരട്ടിയോളം വ്യത്യാസം സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മാർക്ക് ഇരട്ടിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത്രയും മാർക്ക് കൂടിയത് ഈ ക്വാളിഫിക്കേഷനിലേക്ക് നയിച്ച ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു പറയാമോ? ഒന്നാമത് ബേസിക്കലി നമ്മൾ പഠിക്കുന്ന എന്താണെന്നുള്ള ഇത് ഐഡിയ അറിഞ്ഞിരിക്കണം. നമ്മൾ സെറ്റാണ് പഠിച്ചില്ലെങ്കിൽ സെറ്റിൻ്റെ സിലബസിനെ പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. ബേസിക്കലി സെറ്റിൻ്റെ ജനറൽ പേപ്പർ നമുക്ക് BEഡുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്കത് ജസ്റ്റ് വായിച്ച് നോക്കിയാലും ക്ലാസ് ഈ I+ അടക്കം ക്ലാസ്സുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് യൂട്യൂബ് ക്ലാസ്സസ് പല I+ അടക്കം പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ഹിസ്റ്ററി പേപ്പർ, എൻ്റെ ഹിസ്റ്ററി പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇതും പറയാമെന്ന് വെച്ചാൽ ഹിസ്റ്ററി കുറച്ച് വാസ്റ്റ് ഏരിയ ആണ്. അപ്പം നമ്മൾ ക്ലാസ്സുകൾക്കപ്പുറത്ത് കുറച്ചും കൂടെ കടന്നു ചെന്നാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം I+ൻ്റെ ഓഫ്ലൈൻ നെറ്റ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ സെറ്റിനും കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ജനറൽ പേപ്പർ എനിക്ക് അവിടുത്തെ ആദിരമിസിൻ്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ശരിക്കും. അതിന് പഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പരിധി വരെ എനിക്ക് ജനറൽ പേപ്പറിന് മാർക്ക് ഇരട്ടിയായത്. രണ്ടാമത് ഹിസ്റ്ററിയും കൂടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. ബേസിക്കലി നമ്മുടെ ക്ലാസ്സുകൾ മാത്രമല്ല, രണ്ടാമത് നമ്മൾ UPSC ക്ലാസ്സസ് യൂട്യൂബിൽ ഒത്തിരി UPSC ക്ലാസ്സസ് ഉണ്ട്. ബേസിക്കലി ഭൂരിഭാഗം പേരും തെറ്റിക്കുന്നത് മിഡീവൽ ഇന്ത്യ ആ ഒരു ഏരിയയാണ് ഹിസ്റ്ററി ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സെറ്റ് കഴിഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നടത്തിയപ്പോൾ മനസ്സിലായത് ഈ മിഡീവൽ ഇന്ത്യ പ്രത്യേകിച്ച് ഡെക്കാൻ, ബാമിനി, സുൽത്താൻ അങ്ങനെ ഒരു ഏരിയ പൊതുവെ നോക്കുന്ന ആൾക്കാർ കുറവാണ്. ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതിലൊരു 10-5 ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരുന്നു, ഡെക്കാൻ മുകൾ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ഏൻഷ്യൻ്റ് ഇന്ത്യ, മോഡേൺ ഇന്ത്യ അത്യാവശ്യം, പക്ഷേ ഈ മിഡീവൽ ഇന്ത്യ അധികം ഫോക്കസ് ചെയ്തില്ല. എനിക്ക് മനസ്സിലായി അതും കൂടെ ഒന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടാത്ത സംഭവം പഠിച്ചാൽ മനസ്സിലാവുന്ന സംഗതികൾ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. മിഡീവൽ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്തു. മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യയും ഏൻഷ്യൻ്റ് ഇന്ത്യ അറിയാം, പക്ഷേ അതിനെക്കാട്ടിലൊക്കെ മിഡീവലിനും ഇതിനും കൂടുതൽ. ബേസിക്കലി ഞാൻ പറയട്ടെ, ഈ സെറ്റ് I+ൻ്റെ ഓൾ ഇതിൽ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുണ്ട്. അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ചലഞ്ച് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാവും. കാരണം സൊല്യൂഷൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. A+ ആൻസർ കീയിൽ തന്നെ സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് ഏതാണ് തെറ്റ് പറ്റിയത് ആ ഒരു ഭാഗം പഠിക്കുക, എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏകദേശം 2016 തൊട്ടുള്ള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ I+ൻ്റെ ഉണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. പിന്നെ I+ ഹിസ്റ്ററിയിലെ ക്ലാസ് എടുത്ത ടീച്ചർ പേര് ഭവിഷ മിസ്, പുള്ളിക്കാരുടെ ക്ലാസ്സും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ ലൈവ് ക്ലാസ്സുകളും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്താ പറഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി ഞാൻ ബേസിക്കലി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ സെറ്റിന് ഭൂരിഭാഗം വരുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലപോലെ സെറ്റിന് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഒരു റിപ്പീറ്റ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പേപ്പർ 1 അല്ലെ ജനറൽ പേപ്പർ നെറ്റിന് പഠിച്ചത് സഹായകരമായി. പേപ്പർ 2 എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കി. അഡീഷണൽ ആയിട്ടുള്ള റീഡിങ്സ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ശരിക്കും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പിംഗ് ഇതിനകത്തും വന്നിട്ടുണ്ട്. ഓക്കെ, I+ എങ്ങനെയാണ് ഈ ജേർണിയിൽ സഹായിച്ചത് എന്നുള്ളത് പറഞ്ഞു. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് ടെസ്റ്റുകളും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഈ റിവിഷന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എന്താ റിവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ മറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. മറന്നിട്ടില്ല നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുറെ അങ്ങ് പഠിച്ചു പോയിട്ട് കാര്യമില്ല, പഠിച്ചത് ഉറപ്പ് വരുത്തുക. നമ്മൾ ഒത്തിരി കയറി പരീക്ഷ തലേദിവസം കയറി പഠിക്കുക എന്നുള്ളതല്ല പഠിക്കുക. ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുന്നത്രയും പഠിക്കുക, എന്നിട്ട് ബാക്കി റിവിഷൻസ് ചെയ്യുക. ആ ഒരു പോർഷൻ ഇപ്പം നമുക്ക് ചലഞ്ചസ്, എനിക്ക് മാത്സ് വീക്കാണ് ഞാൻ, അപ്പം ഞാൻ അതിൽ കൂടുതൽ പറ്റുന്നില്ലെങ്കിൽ അതിൽ വിട്ടിട്ട് നമുക്ക് അവിടെ കൂടുതൽ എവിടെയാണോ എന്താ പറയണ്ടേ കൂടുതൽ പറ്റുന്നത് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ. അതിപ്പം എനിക്ക് ഇതിന് മാത്രമല്ല, നെറ്റ് അടക്കം സീറ്റ് അടക്കം പല എക്സാംസിനും അത് തന്നെ ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഈ പറഞ്ഞ പോലെ ഇതല്ലേ സെറ്റ് എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് ക്രൈറ്റീരിയ പാസ്സാവാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഒട്ടും ബന്ധമില്ലാത്തത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി അത് ചെയ്യാന്നുള്ളത്. സെറ്റിന് പുറമെ സീറ്ററ്റും കേട്ടറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ഈ ഒരു ജേർണിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ചലഞ്ചസ് ആയിട്ട് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷന്, അത് പേഴ്സണൽ ആയിട്ടാണെങ്കിലും അക്കാഡമിക്കലി ആണെങ്കിലും, നമ്മൾ എന്തായിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയതും അത് ഒഴിവാക്കിയത്, അത് ഓവർകം ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ എക്കണോമിക്സ് ഒരു കാര്യം പറയാറുണ്ട്, ചെലവും യഥാർത്ഥ ചെലവും എന്ന സംഭവമുണ്ട്. നമുക്ക് ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കിട്ടാൻ മാത്രം മതി. എന്നാൽ യഥാർത്ഥ ചിലവെന്ന് വെച്ചാൽ നമുക്ക് ചില നഷ്ടങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കല്യാണങ്ങൾ നഷ്ടപ്പെടാം, നമുക്കറിയാവുന്നവരുടെ നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ സെക്ടേഴ്സ് അത്രയും പാടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ല, ചില സാഹചര്യങ്ങൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് നമുക്കിപ്പോൾ അതൊരു പേഴ്സണലി വിഷമം വരും. അതിപ്പം പല എക്സാംസ് എഴുതുന്നവർക്കുള്ളൊരു വിഷയമാണ്. നമ്മൾ തലേദിവസം നമുക്ക് ഇങ്ങനെ ഒരു എക്സാം വരുമ്പോഴായിരിക്കും നമ്മുടെ ചേട്ടൻ്റെ കല്യാണമോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയോ എന്തെങ്കിലും ആഘോഷ പരിപാടികൾ, ഉത്സവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ നഷ്ടങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചലഞ്ചസ് അല്ല. അത് പഠിക്കാൻ എനിക്ക് സെറ്റ് സിലബസ് വൈസ് എനിക്കൊരു വിഷയമൊന്നുമില്ലായിരുന്നു, പഠിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ത്യാഗം സഹിക്കുക എന്നുള്ളതാണ്. അത് ഏത് എക്സാമിനാണ്, കോമ്പറ്റേറ്റീവ് ആണെങ്കിലും ജോലി സംബന്ധമായ ഏതായാലും നമ്മൾ കുറച്ച് ത്യാഗം കൂടെ സഹിക്കാതെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ ചില സമയങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് വലിയൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികൾ, ഇപ്പൊ ജനുവരിയിൽ പരീക്ഷ വരുന്നു, മുന്നോട്ടുള്ള സെറ്റ് പരീക്ഷകളുണ്ട്. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ആദ്യം തൊട്ട് പറഞ്ഞാൽ ഒന്ന് സിലബസ് അറിയുക. നിങ്ങളുടെ സബ്ജക്റ്റിന് സിലബസ് അറിയുക. വെറുതെ പഠിച്ചു പോകാതെ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ സിലബസ് നല്ലപോലെ തന്നെ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ കുറേ പഠിച്ചു പോകരുത്. ബേസിക്കലി നിങ്ങളുടെ സബ്ജക്റ്റ് ആ സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. രണ്ടാമത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യുക. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് I+ൻ്റെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓരോ ദിവസമെങ്കിലും ഒരെണ്ണമെങ്കിലും 2 പ്രാവശ്യം ചെയ്ത് നോക്കുക. നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുക. പിന്നെ സൊല്യൂഷൻസ്, നമ്മൾ I+ൻ്റെ ആൻസർ കീഴിൽ സൊല്യൂഷൻസും ഉണ്ട്. ആ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്കത് അവിടെ ഏത് ഏരിയയിൽ അത് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് മറികടക്കാൻ പറ്റും. സെറ്റ് അത്തരം പാടുള്ള എക്സാം ഒന്നുമില്ല, പ്രിപ്പയർ ചെയ്താൽ കിട്ടും. പക്ഷെ നമ്മളത് പ്രിപ്പയർ ചെയ്യണം, അല്ലാതെ കിട്ടൂല. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ BEd പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കേറ്ററ്റോ സീറ്ററ്റോ കിട്ടാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ സിലബസ് വൈസാണ്. പക്ഷേ PG പഠിച്ചതാണ് നമ്മൾ സെറ്റിന് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളത് സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും, കിട്ടത്തില്ലാത്തൊരു എക്സാമും അല്ല. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ രാംകിഷോർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ മുന്നോട്ട് സെറ്റൊരു തുടക്കം മാത്രമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധമായ അഭിനന്ദനങ്ങളും നേരുകയാണ്. അപ്പോൾ നല്ലൊരു ജോലിയിലേക്ക് കൂടെ പ്രവേശിച്ചിട്ട് I+ൻ്റെ ഇതേ വേദിയിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.